ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ടൻ വിത്ത് കുട്ടൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറ്റലിയിലെ ഒരു ക്ലാസിക് വിഭവമായ ബീഫ് ഫിസോളയാണ്. അപ്പോൾ സമയം കളയാതെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം വെളുത്തുള്ളി ചേർത്ത് പതുക്കെ വഴറ്റാം. വെളുത്തുള്ളിയുടെ നല്ല മണം വരുമ്പോൾ ഇനി നന്നായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ബീഫ് ഫിസോളയാണ് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ പിസയാണെന്ന് തോന്നാം, പക്ഷേ ഇത് പിസയല്ല. പിസയിൽ ഉപയോഗിക്കുന്ന തക്കാളി, വെളുത്തുള്ളി, ഒറിഗാന തുടങ്ങിയ ഫ്ലേവറുകളാണ് ഈ വിഭവത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പിസയോള എന്ന പേര് വന്നത്. ഇറ്റലിയിലെ വീടുകളിൽ വളരെ ലളിതമായി തയ്യാറാക്കുന്ന ഒരു പരമ്പരാഗത വിഭവമാണ് പിസയോള. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോയുടെ 2 ടിന്ന് തക്കാളി സോസാണ്. ഇതിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചു വേവിക്കാം. സോസ് കുറച്ച് സമയം വേവിക്കാം. അധികം മസാല ഉപയോഗിക്കാത്ത ചേരുവകളുടെ യഥാർത്ഥ രുചി നിലനിർത്തുന്നതാണ് ഈ വിഭവത്തിൻ്റെ പ്രധാന പ്രത്യേകത. ബീഫിൽ പ്രത്യേകിച്ച് മസാല പുരട്ടുന്നില്ല. സോസിൻ്റെ രുചിയും പതിയെ ബീഫിലേക്ക് ഇറങ്ങുന്നതാണ് ഈ റെസിപ്പിയുടെ പ്രത്യേകത. ഇനി മീഡിയം തീയിൽ ബീഫ് നന്നായി വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മറിച്ചിട്ട് എല്ലാ ഭാഗത്തും സോസ് നന്നായി പിടിപ്പിക്കണം. ബീഫ് സോഫ്റ്റ് ആവുന്നത് വരെ ക്ഷമയോടെ വേവിച്ചാൽ നല്ല രുചി ലഭിക്കും. ബീഫ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്ത തയ്യാറാക്കിയാലോ? കുഴിവുള്ള പാത്രം എടുത്ത് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ഇതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്ത ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാസ്ത ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാൻ 200 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. മൂടി വെച്ചു നമുക്ക് വേവിക്കാം. ഇപ്പോൾ നോക്കൂ, സോസ് നന്നായി കുറുകി ബീഫിൻ്റെ മുകളിൽ മനോഹരമായി പിടിച്ചിരിക്കുന്നത് കാണാം. മുകളിൽ കുറച്ച് ഒറിഗാനോ വിതറി ഫ്ലേവറും ലുക്കും ഇനി മികച്ചതാകും. അങ്ങനെ നമ്മുടെ ബീഫ് ഫിസോള റെഡിയായി കഴിഞ്ഞു. 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ: വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ലൈക്കോപ്പീൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയതിനാൽ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനും ഹൃദയാരോഗ്യത്തിന് സഹായിക്കാനും കഴിയും. ഇതിലേക്ക് പാസ്ത നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുക്കാം. തക്കാളിയിൽ വിറ്റാമിൻ എ ഉള്ളതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും ഗുണകരമാണ്. നാരുകൾ ഉള്ളതിനാൽ ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്താനും മലബന്ധം കുറയ്ക്കാനും സഹായിക്കുന്നു. കുറഞ്ഞ കലോറി മാത്രമുള്ളതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഭക്ഷണമാണ്. പൊട്ടാസ്യം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായമാകും. ചർമ്മത്തിൻ്റെ ആരോഗ്യവും തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്ന പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? കുറച്ച് ഫോർമാജും കൂടെ ഇട്ട് കഴിക്കാം. ഇറ്റാലിയൻ ഫുഡ് കഴിക്കുന്നത് സ്റ്റെപ്പ് കണക്കാണ് അവർ കഴിക്കുന്നത്. ആദ്യം പാസ്ത കഴിക്കും. പാസ്ത കഴിച്ചു കഴിഞ്ഞാൽ ഇറച്ചി കഴിക്കും. ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കേക്ക്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, പിന്നെ വീനോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ഈ ഫുഡ് കഴിക്കുന്ന നിയന്ത്രണങ്ങളുമുണ്ട്. അതാണ് ഇറ്റാലിയൻ ഫുഡിൻ്റെ പ്രത്യേകത. ഹലോ ചങ്കുകളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു സ്നേഹം തരാൻ മറക്കരുതേ. സ്നേഹം തന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബീഫ് ഫിസോള റെഡിയായി കഴിഞ്ഞു. ചൂടോടെ ബ്രെഡിൻ്റെയോ പാസ്തയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷിൻ്റെ കൂടെയോ കഴിക്കാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചങ്കുകളെ, ഒന്നും പറയണ്ട, അടിപൊളിയായിട്ടുണ്ട്. ബീഫ് നല്ല സോഫ്റ്റാണ്. തക്കാളിയുടെയും വെളുത്തുള്ളിയുടെയും ഒറിഗാനോയുടെയും ഫ്ലേവർ എല്ലാം കൂടിയായപ്പോൾ ബാലൻസ് ആയിട്ടുണ്ട്. അധികം മസാലകൾ ഇല്ലെങ്കിൽ ഇതിൽ ഒരു രുചി വളരെ സ്പെഷ്യലാണ്. ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതുപോലെയുള്ള രുചികരമായ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തും. അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.